അത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കണ്ട് കഴിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് ഓർത്തിരിക്കാനും പിന്നെ മുഴുവൻ ഒരു 3 പേജ് ഉണ്ടെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ഒരു ടോപ്പിക്കാണ് ഇതുപോലെ പല ടോപ്പിക്ക് നമ്മൾ കണ്ടത്. ഇപ്പം നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇങ്ങനെ കുറേ കൂട്ടിയ ഒരു ടൈറ്റിൽ എന്താണ് ഇതിന് അർത്ഥമാക്കിയിരിക്കുന്നത്? ഇത് പറയുന്നത് എന്നാണെന്നറിയോ? ശരിക്കും ഒരു പർട്ടിക്കുലർ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് നമ്മൾ ഫിലിപ്സ് കർവ് പഠിച്ചു, വെർട്ടിക്കൽ ഫിലിപ്സ് കർവ് പിന്നെയും പഠിച്ചു. ദർ ഈസ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് നമ്മൾ പഠിച്ചു. ഇതാണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, സോ ആ അൺഎംപ്ലോയ്മെൻറ്റിൽ എത്ര കണ്ടും ഇൻഫ്ലേഷൻ കൂട്ടിയാലും അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ പറ്റിയില്ല എന്നാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. നമ്മൾ അവിടെ വരെ പല ഇക്കണോമിക്സ് തിയറികളും എല്ലാം കൂടെ നമ്മൾ അവിടെ കൊണ്ട് എത്തിച്ചിട്ട് ഇത് ലോങ് റൺ ഫിലിപ്സ് കർവ്, ഇങ്ങനെ ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് ഒക്കെ ഉണ്ടാകാം എന്നൊക്കെ നമ്മളിങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതിൽ ഏറ്റവും അവസാനത്തെ പോലെയുള്ളൊരു ഡെവലപ്മെൻറ്റാണ് ഈ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിൽ ദർ ഈസ് എ നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ആക്ച്വലി യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദിസ് പർട്ടിക്കുലർ terminology and an unemployment rate at which the inflation rate is non accelerating or stabilizing. Okay, എന്താണ് what is stabilizing? It is inflation which is stabilizing. Okay, so ഈ level of unemployment, maybe it is 3%. At this level of unemployment there is a tendency for inflation to stabilize, not to be changed എന്നുള്ളതാണ്. അപ്പോൾ മാച്ചിങ് ദിസ് ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് 3% the inflation rate will be remains the same. So that is the concept of Nairu, non accelerating inflation rate of unemployment. ഓക്കെ, പിടിയിട്ടില്ലോ? അപ്പോൾ അൺഎംപ്ലോയ്മെൻ്റ് ആണ് ഇതിനകത്ത് നായകൻ. പിന്നെ ആ അൺഎംപ്ലോയ്മെൻറ്റിന് അക്കമ്പനി ചെയ്ത് ഇൻഫ്ലേഷൻ വരും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് വേറെ ഇൻഫ്ലേഷൻ ഈസ് ഗോയിങ് ടു സ്റ്റെബിലൈസ്. അപ്പോൾ ആ കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എവറിത്തിങ് ഈസ് വെരി ഓക്കെ. അപ്പോൾ ആ കോൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ കാണുന്നതിന് മുമ്പ് ഈ തിയറിക്കകത്ത് തന്നെ നമ്മൾ ആദ്യമേ പഴയ ഫിലിപ്സ് കർവ് കാണും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കണ്ട വെർട്ടിക്കൽ ഫിലിപ്സ് കർവ് കാണും, ലോങ് റൺ ആട്ടോ. അപ്പോൾ ഇതിങ്ങനെ കൂടി അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞാലും പിന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. പിന്നെ ഇവിടുന്ന് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഫ്ലേഷൻ കൂടുകയാണല്ലോ ഇങ്ങോട്ട്, ശരിയല്ലേ? പിന്നെ അൺഎംപ്ലോയ്ക്ക് തിരിച്ചു വരും. എന്തായാലും ഇവിടെ തന്നെ ഈ റേറ്റിൽ ഇൻഫ്ലേഷൻ സെറ്റിൽ ചെയ്യും. ഇവിടെയാണെങ്കിൽ ഇവിടെ സെറ്റിൽ ചെയ്യും, ഇവിടെയാണെങ്കിൽ ഇവിടെ സെറ്റിൽ ചെയ്യും. അതാണ് ഈ നെഹ്റു എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അത് ഈ നെഹ്റു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പുതിയൊരു തിയറിയൊന്നും അല്ല. ശരിക്കും ഈ ഫിലിപ്സ് കർവ് നമ്മളവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യും, ഈ ഫിലിപ്സ് കർവ് നമ്മളവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. എന്നിട്ട് ഈ നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് 3%, ശരിയല്ലേ? അവിടെ നമ്മൾ എത്രയൊക്കെ ഇൻഫ്ലേഷൻ കൂട്ടി അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാലും കുറച്ചു ഇൻഫ്ലേഷൻ കൂടി, കണ്ടോ? ഇൻഫ്ലേഷൻ കൂടി അൺഎംപ്ലോയ്മെൻറ്റ് കുറച്ച് തിരിച്ചായ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിലേക്ക് സിസ്റ്റം തിരികെ എത്തും എന്നാണ് ഈ തിയറി നമ്മളോട് പറയുന്നത്. ഓക്കെ, പിടികിട്ടില്ല? അപ്പോൾ അതിൻ്റെ ഒരു പോക്ക് അല്ലെങ്കിൽ തിയറിയുടെ ഒരു കണ്ടൻറ്റ് നമുക്ക് പിടികിട്ടി അല്ലേ? ഇനി അത് അങ്ങ് പ്രസൻറ്റേഷൻ എന്നാന്ന് നോക്കിയാൽ മതി. ഓക്കെ, ലെറ്റ് മി ഡിലീറ്റ് ഫസ്റ്റ്. ഒരു സെക്കൻഡേ, കാര്യങ്ങൾ നമ്മുടെ കൈപ്പിടി നിന്ന് വിട്ടു പോകുന്നതിന് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. ഇങ്ങനെയുള്ള ഓൺലൈൻ സംഭവങ്ങളിലായി ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ടെക്നിക്കൽ പ്രോബ്ലംസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ കോമഡി ആയിട്ടൊക്കെ തോന്നും, സാരമൊന്നുമില്ല. കാപ്പിയൊന്നും കുടിച്ചില്ല, കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ. മൊബൈലൊക്കെ ചാർജ് ചെയ്ത് ഞാനൊരു മൊബൈൽ സ്റ്റാൻഡ് മേടിച്ചു. ഞാൻ നിങ്ങളെ അടുത്ത് ക്യാമറയ്ക്കകത്ത് കാണിക്കാം. അത് മേടിക്കണമെന്ന് ഞാൻ പറയില്ല, കമ്പനിയുടെ പരസ്യമൊന്നുമില്ല. അത് ഭയങ്കര നല്ല കേട്ടോ. നമ്മുടെ കൈ ഇങ്ങനെ വെക്കണ്ട, കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മൊബൈൽ ചാരി വെക്കണ്ട, കുറച്ച് വലിയ വരും. അതിൻ്റെ ഒച്ചയായി കേൾക്കുന്നത്. ആ സ്റ്റാൻഡ് വലിയ അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ആ മൊബൈൽ അങ്ങോട്ട് വെച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാം. ഓഡിയോയും വീഡിയോ ഓൺ ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങളുണ്ട്. നമ്മൾ അതനുസരിച്ചൊക്കെ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാകും. സോ കമ്മിങ് ബാക്ക് ടു ദി ടോപ്പിക്, നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കി വെക്കണം. അൺഎംപ്ലോയ്മെൻ്റ് ആണ് നമ്മുടെ താരം, സഹനടൻ മാത്രമാണ് ഇൻഫ്ലേഷൻ എന്ന് മനസ്സിലാക്കിയാൽ ഈ തിയറി നന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ ദി നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. Here economists who looked carefully at inflationary period. ഒരു സെക്കൻഡേ, ഒരു സെക്കൻഡേ, സോറി കേട്ടോ. Inflationary periods and notice that the simple two variable Phillips curve. Okay, two variable Phillips curve, inflation, unemployment is unstable എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഈ ഫിലിപ്സ് കർവ് പഠിച്ചപ്പോൾ ഒത്തിരി ആൾക്കാരെ പിന്നീട് പഠിച്ചു അല്ലേ? നമ്മളിങ്ങനെ ലിപ്സൈഡൊക്കെ നമ്മൾ പഠിച്ചു. അതിൻ്റെ അകത്തൊക്കെ നമ്മൾ ചിലതിൻ്റെ അകത്ത് സ്റ്റേബിൾ അൺസ്റ്റേബിൾ എന്നുള്ളൊക്കെ വാക്ക് നമ്മളിങ്ങനെ ഉപയോഗിച്ചു. സ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ആ ഇൻഫ്ലേഷൻ റേറ്റ് എപ്പോഴും ഇതാണ് ഇൻഫ്ലേഷൻ എങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഇതിങ്ങനെ മാറുമല്ല. ഇതാണ് ഇൻഫ്ലേഷൻ എങ്കിൽ ഈ കോമ്പിനേഷൻ ആണെങ്കിൽ എ അല്ലെങ്കിൽ ബി കോമ്പിനേഷൻ അത് മാറുമല്ല. സോ ദർ ഈസ് സ്റ്റെബിലിറ്റി ഇൻ ദ ഫിലിപ്സ് കർവ് അക്കോർഡിംഗ് ടു ദി ഒറിജിനൽ പ്രിഫറൻസ് ഓഫ് ഫിലിപ്സ് കർവ്. ഓക്കെ,
And later several economists said that this relationship is unstable. Okay, this relationship is unstable in the sense that the combination of inflation and unemployment can be changed because of operation of several factors. Okay, so അവരങ്ങനെ പറഞ്ഞ ഏറ്റവും അവസാനം ഇങ്ങനെ ഒരു ഫിലിപ്സ് കാർ വന്നു. ടോബിനാണെങ്കിൽ എങ്ങനെ കിട്ടി? ഇങ്ങനെ ഒരു ഫിലിപ്സ് കാറിനെ കൊണ്ടുവന്നു അല്ലേ, നമ്മൾ കഴിഞ്ഞ ആഴ്ച മറിച്ച ജെയിംസ് ടോബിൻ്റെ ഫിലിപ്സ് കാർ. അപ്പോൾ അങ്ങനെ പല ഡെവലപ്മെൻറ്റ് നടന്നു. പല ആൾക്കാർ പറഞ്ഞു ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ, ദിസ് ഫിലിപ്സ് കാർ ഈസ് അൺസ്റ്റേബിൾ, ഇറ്റ് ഈസ് നോട്ട് ദി ലോങ് ടൈം ട്രെൻഡ്, some other variants are correct. Okay, or independence are correct on the basis of theoretical work of Phelps and Friedman along with the statistical test of the actual history. അപ്പോൾ ഇങ്ങനെ പല ആൾക്കാർ ഇത് ഭയങ്കര എളുപ്പമാണല്ലോ, ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും മെഷർ ചെയ്യാൻ എളുപ്പമാണ്, ഇഷ്ടംപോലെ നമുക്ക് ഡാറ്റ കിട്ടും. അങ്ങനെ പല ടെസ്റ്റുകളൊക്കെ ഇവർ നടത്തി, ചരിത്രത്തിൽ നിന്ന് എംപിരിക്കലായിട്ട് ടെസ്റ്റ് നടത്തി, എന്നിട്ട് അവരെന്തൊരു പുതിയൊരു മോഡേൺ തിയറി ഓഫ് ഇൻഫ്ലേഷൻ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഈ നൈറു എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ മോഡേൺ തിയറി ഓഫ് ഇൻഫ്ലേഷൻ എന്ന് വേറൊരു പേരിൽ കൊണ്ട് വിളിക്കും, വിച്ച് ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ the long run and the short run Phillips curve. The long run and the short run Phillips curve. The downward sloping Phillips curve of in the figure below holds only in the short run. Okay, എന്താണ് അത് ഭയങ്കര ഷോർട്ട് റണ്ണിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ കണ്ടില്ല, ഇതുകൊണ്ട് ഈ ഫിലിപ്സ് കാർ ഷോർട്ട് റണ്ണിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, ഈ ഫിലിപ്സ് കാർ ഷോർട്ട് റണ്ണിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. Then in the long run the Phillips curve is vertical or not downward sloping. Okay, ഇതാണ് ഇതുപോലെ ആയിരിക്കും ലോങ് റണ്ണിൽ, വെർട്ടിക്കലായിരിക്കും, നോട്ട് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആസ് ഇൻ ദി കേസ് അൺലൈക്ക് ഇൻ ദി കേസ് ഓഫ് ഷോർട്ട് റൺ ഫിലിപ്സ് കാർ. ഓക്കെ, ദിസ് അപ്രോച്ച് ഇംപ്ലൈസ് ദാറ്റ് ഇൻ ദി ലോങ് റൺ ദർ ഈസ് എ മിനിമം അൺഎംപ്ലോയ്മെൻറ്റ്. അല്ലെ, ഈ ഡയഗ്രത്തിൻ്റെ അർത്ഥം എന്താ? ദർ ഈസ് എ മിനിമം അൺഎംപ്ലോയ്മെൻറ്റ്. നമ്മൾ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ലോങ് റൺ എന്നൊക്കെ ഒത്തിരി പേര് വിളിച്ചു. അൺഎംപ്ലോയ്മെൻറ്റ് ഒരിക്കലും ഇൻഫ്ലേഷൻ കൂട്ടി കുറയ്ക്കാൻ പറ്റുമല്ല എന്നാണ് ഈ കർവ്. സോ ദർ ഈസ് എ ലോങ് റൺ, there is a minimum unemployment rate in the long run that is consistent with the steady inflation. Okay, according to your expectation, the people expectation, and this Phillips curve, short run Phillips curve can be shifted upwards, but all inflations are consistent with this minimum long run unemployment. Okay, that is the status of the economics theory regarding the Phillips curve at the end. This is the non-accelerating inflation rate of unemployment or Nairu. Okay, പ്രത്യേക വാക്ക് നെഹ്റു എന്നാണ് അത് പറയുന്നത്. വാട്ട് ഈസ് നെഹ്റു? The non-accelerating inflation rate of unemployment or Nairu is the specific unemployment rate. Is the specific ഇതാണ് ഇത് നമ്മളിങ്ങനെ ഇട്ടേക്കുന്നത് എന്തിനറിയാം? ഇതിൻ്റെ അകത്ത് നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട ഇൻഫ്ലേഷനാണോ അൺഎംപ്ലോയ്മെൻറ്റ്? Specific unemployment rate where inflation is going to stabilize. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ അറിഞ്ഞില്ലേ, കൺഫ്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പാടാം. മനസ്സിലാക്കിയില്ല നമ്മൾ വായിച്ചെന്ന് തോന്നുള്ളൂ, നമുക്ക് പരീക്ഷയ്ക്ക് പ്രസൻറ്റ് ചെയ്യാനും പാടാം. അതുകൊണ്ടാണ് നമ്മൾ ഈ 2 പോയിൻറ്റും നിങ്ങൾ മനസ്സിലിരിക്കണം. ഇറ്റ് ഈസ് ദ സ്പെസിഫിക് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വേർ ഇൻഫ്ലേഷൻ ഈസ് ഗോയിങ് ടു സ്റ്റെബിലൈസ്. ഇൻഫ്ലേഷൻ ഈസ് ഗോയിങ് ടു സ്റ്റെബിലൈസ് അറ്റ് എ സ്പെസിഫിക് unemployment rate. Okay, we call it is what? Nairu. Inflation will neither increase or decrease. അപ്പോൾ ആ റേറ്റ് വന്നു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടുകയില്ല കുറയില്ല. ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും ഡിസ്റ്റർബൻസ് കാരണം നമ്മൾ കൂട്ടാൻ നോക്കിയാലും അൺഎംപ്ലോയ്മെൻറ്റ് പഴയ ലെവലിലേക്ക് തിരിച്ചു വരും എന്നാണ് നെഹ്റു പറയുന്നത്. ഓക്കെ, ഓൾദോ എ ഹൈലി തിയററ്റിക്കൽ കോൺസെപ്റ്റ് ഹാസ് ബീൻ ഇൻഫ്ലുവൻഷ്യൽ ഇൻ ഷേപ്പിംഗ് മോണിറ്ററി പോളിസി. അപ്പോൾ ഇത് നെഹ്റു എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇവിടെ ഉണ്ടല്ലോ. എത്രയൊക്കെ നമ്മൾ ഇൻഫ്ലേഷൻ കൂട്ടാമെന്ന് പറഞ്ഞാലും ഈ ഇക്കോണമിയിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ഇവിടെ തന്നെ കാണും, കൂടുതൽ. അപ്പോൾ നമ്മളവിടെ ഇൻഫ്ലേഷൻ ഭയങ്കര ഇവിടെ സ്റ്റെബിലൈസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഈ തിയറി ഇത് വെച്ചിട്ട് പലരും മോണിറ്ററി പോളിസി ഉണ്ടാക്കാൻ നോക്കി പല രാജ്യങ്ങളിലും. നെഹ്റു ഇസ് ഷോൺ ഗ്രാഫിക്കലി ആസ് ദി ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് പ്രിവെയിലിംഗ് ലോങ് റൺ ഫിലിപ്സ് കർവ്. ഷോർട്ട് റൺ മനസ്സിലായില്ല, ഇത് നമ്മൾ പഠിച്ചതാണ്, ഒത്തിരി പ്രാവശ്യം പഠിച്ചുകൊണ്ടേയിരിക്കുന്ന കുറേ സമയമായിട്ട്. ഇത് നമ്മൾ ഏറ്റവും സാധനം പഠിച്ച ഫെൽപ്സ്, അതുപോലെ തന്നെ ഫ്രീഡ്മാൻ, മോണിറ്ററിസ്റ്റ്, ഫിലിപ്സ് കാർ എന്നൊക്കെ നമ്മൾ പഠിച്ചത്. ദർ ഈസ് എ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, എ ലോങ് റൺ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, എ മിനിമം അൺഎംപ്ലോയ്മെൻറ്റ് which you cannot reduce by increasing the level of inflation. Okay, Phillips curve first, where people expect that the inflation is 3%. Phillips curve second, where the people expect that the inflation rate is 6%. So at this 6% inflation rate, the 6% inflation rate is the non-accelerating level of inflation, where you can have but the natural rate of unemployment of suppose 3%. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിങ്ങോട്ട് കൂടിയാലും ശരി പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? സോ ദാറ്റ് ഈസ് കോൾഡ് ദ നോൺ ആക്സിലറേറ്റിംഗ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ദി ഐഡിയ ബിഹൈൻഡ് നെഹ്റു ഈസ് ദാറ്റ് ദ സ്റ്റേറ്റ് ഓഫ് ദി ഇക്കോണമി ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3 സിറ്റുവേഷൻസ്.
അപ്പോൾ നമ്മൾ ഈ നെഹ്റുവിൻ്റെ പറയുമ്പോഴേ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഡീവിയേഷൻ വരാം, തിരിച്ച് ഇങ്ങോട്ട് വരാം, പിന്നെ ഡീവിയേഷൻ വരും, തിരിച്ചിങ്ങോട്ട് വരാം. ഇവിടെ ഇങ്ങനെ സംഭവിക്കാം. ഈ കേസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫിലിപ്സ് കർവിൽ 3 കാര്യങ്ങൾ നടക്കാമെന്നാണ് പറയുന്നത്, ഡിപ്പെൻഡിങ് അപ്പോൺ ഡിമാൻഡ്. ഓക്കെ, ഫസ്റ്റ് ഈസ് ദ കേസ് ഓഫ് എക്സസ് ഡിമാൻഡ്, സെക്കൻഡ് ഈസ് ദ കേസ് ഓഫ് എക്സസ് സപ്ലൈ, മൂന്നാമത് രണ്ടിനും ഒരു കുഴപ്പമില്ല, ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, 3 പോസിബിലിറ്റി ആണ്. നമുക്ക് ഈ 1 കേട്ട് കഴിഞ്ഞാൽ 2 എന്ന് പറയാൻ പറ്റും, 2 കേട്ട് കഴിഞ്ഞാൽ 3ാമത്തെ സിറ്റുവേഷനാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ വെൻ മാർക്കറ്റ്സ് ആർ എക്സ്ട്രീംലി ടൈറ്റ് വിത്ത് ലോ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഹൈ യൂട്ടിലൈസേഷൻ ഓഫ് കപ്പാസിറ്റി, then the prices and wages will be subject to demand pull inflation. അപ്പം എന്ത് സംഭവിക്കുക, ഭയങ്കരമായിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് ഭയങ്കര കുറവ് ഇവിടെയാണ്. ഇനി ഒരു കാരണവശാലും ഒരുത്തിനും തൊഴിൽ കൊടുക്കാൻ പറ്റില്ല, അതിനുള്ള സെറ്റപ്പ് ഇവിടെ ഇല്ല. അപ്പോൾ പക്ഷേ അന്നേരം എന്നാ അറിയാം, ഭയങ്കരമായിട്ട് ഡിമാൻഡ് കൂടുക. ഡിമാൻഡ് കൂടുമ്പോൾ എന്തുണ്ടാവും, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാവും. ഡിമാൻഡ് പുൾ, all economic students please recollect their view about inflation. You might have studied the degree classes about demand pull inflation, cost push inflation. Okay, demand pull inflation എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മളെല്ലാം എല്ലാ സാധനങ്ങളും നമുക്ക് വേണം, പൈസയും കയ്യിലുണ്ട്, കൂടിപ്പോയി മേടിക്കുക, എല്ലാവരും മേടിക്കുക, അപ്പോൾ സാധനങ്ങളുടെ വില കൂടും. അതിനെ നമ്മൾ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്സ് പഠിച്ച കുട്ടികളെല്ലാം ശ്രദ്ധിക്കുക, ഇൻഫ്ലേഷൻ ക്യാൻ ബി ഓഫ് 2 types, ഡിമാൻഡ് പുൾ ആൻഡ് കോസ്റ്റ് പുഷ്. കോസ്റ്റ് പുഷിന് സാധനങ്ങൾ ഉണ്ടാക്കുമ്പം നമ്മൾ ഒത്തിരി എന്തെങ്കിലും ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒത്തിരി റോ മെറ്റീരിയൽ വേണം. ആ റോ മെറ്റീരിയലിൻ്റെ വില കൂടി ഉടനെ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ വില നമ്മൾ കൂട്ടി, അങ്ങനെ സാധനങ്ങളുടെ വില കൂടി ഇൻഫ്ലേഷൻ വരുന്നതിന് കോസ്റ്റ് പുഷ്. നമ്മൾ കൂടുതൽ ഇൻകം കയ്യിലുണ്ട്, നമ്മൾ കൂടുതൽ ഡിമാൻഡ് ചെയ്തു, അങ്ങനെ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നതിന് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. 2 തരത്തിൽ ഇൻഫ്ലേഷൻ ഉണ്ട്, നമ്മൾ ഇതിനെക്കുറിച്ച് അവിടെ സംസാരിക്കുന്നത്. ദെൻ ഹിയർ കംസ് ദി സെക്കൻഡ് ടൈപ്പ്, എക്സസ് സപ്ലൈ. സപ്ലൈ കൂടുക, ഭയങ്കരമായിട്ട് സപ്ലൈ. സോറി കേട്ടോ, ഒരു സെക്കൻഡ് ഞാൻ ഓഫ് ചെയ്തോട്ടെ. Sorry. Then excess supply in recessionary situations with high unemployment. With what? High unemployment. Recession, സപ്ലൈ കൂടുതൽ, ആരും ഒന്നും മേടിക്കാനില്ല, മേടിക്കാനില്ലെങ്കിൽ സാധനങ്ങൾ ഉണ്ടാക്കുന്നില്ല, അൺഎംപ്ലോയ്മെൻ്റ് ആയിരിക്കും. ശരിയല്ലേ, കാര്യങ്ങളെല്ലാം സീക്വൻസ്. ആൻഡ് ഐഡിൽ ഫാക്ടറീസ്, വെറുതെ ഫാക്ടറിയൊക്കെ വെറുതെ ഇരിക്കും. Then firms tend to sell at discounts and workers push less aggressive for wage increases. Wage and price inflation tend to moderate. അപ്പോൾ ഇൻഫ്ലേഷനൊക്കെ താഴോട്ട് വരും. അപ്പോൾ താഴോട്ട് വരുമ്പോൾ എന്ത് കാണും, സാധനങ്ങളൊന്നും വിറ്റ് പോകുന്നില്ല, എന്ത് കാണും, അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലാണ്. അപ്പോൾ ഇവിടെയൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ, ഇൻഫ്ലേഷൻ താഴോട്ട് പോകുന്ന സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ മാർക്കറ്റിൽ ആരും വിൽക്കാൻ പോകുന്നില്ല, ഇത്രയും പേർക്ക് തൊഴിലും ഇല്ല. അൺഎംപ്ലോയ്മെൻറ്റ്, ലോ ഇൻഫ്ലേഷൻ, ഹൈ അൺഎംപ്ലോയ്മെൻറ്റ്, 2ാമത്തെ സിറ്റുവേഷൻ. ഓക്കെ, 2 നമുക്ക് ഇവിടെ കിട്ടിയില്ല. അങ്ങനെയാണ് ഈ 3ാമത്തെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആലോചിക്കാൻ പറ്റും. സംടൈംസ് ദി ഇക്കോണമി ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ ന്യൂട്രൽ, കൂടുതൽ സപ്ലൈ ഇല്ല, കൂടുതൽ ഡിമാൻഡും ഇല്ല, ന്യൂട്രൽ. ദി അപ്വേർഡ് വേജ് പ്രഷർ ഫ്രം ജോബ് വേക്കൻസീസ് ജസ്റ്റ് മാച്ച് ഡൗൺ വേജ് പ്രഷർ ഫ്രം അൺഎംപ്ലോയ്മെന്റ്. ദർ ആർ നോ സപ്ലൈ ഷോക്സ്, സപ്ലൈ കൂടുതലില്ല ഫ്രോം ഓയിൽ അതർ എക്സജൻസീസ്. ഹിയർ ദി ഇക്കോണമി ഈസ് അറ്റ് നൈറു, ഇവിടെയാണ് ഇക്കോണമി നൈറു, മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് സിറ്റുവേഷനെങ്കിൽ ഇവിടെ എല്ലാ ഇക്കോണമി നൈറു ആയിരിക്കും ഈ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിൽ. അപ്പോൾ ഇവിടെ ഇൻഫ്ലേഷൻ കൂടുതലായിരിക്കും, പക്ഷേ ചിലരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഇൻഫ്ലേഷൻ കൂടും, പക്ഷേ എനിവേ ഇവിടെ സ്റ്റെബിലൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയാം, ഇവിടെയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ കണ്ട ജസ്റ്റ് എന്താണ്, ഇൻഫ്ലേഷൻ കുറവും അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലും, സാധനങ്ങൾ വിറ്റ് പോകുന്നില്ല. ഓക്കെ, ഇവിടെയാണ് എന്ത് സംഭവിക്കും, ഭയങ്കര ഡിമാൻഡ്, ഒരുത്തനെ പോലും ഇച്ചിരി പോലും ജോലി ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയില്ല ഈ സിറ്റുവേഷൻ. പക്ഷേ ഇതാണ് നമ്മൾ പറയുന്ന സിറ്റുവേഷൻ. This is the situation we are discussing and we describe that situation as Nairu. Okay, now 3 situations നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി നമുക്ക് തൊട്ടടുത്തത് ഫ്രം ഷോർട്ട് റൺ ടു ലോങ് റൺ. ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒരു ഫിലിപ്സ് കർവ് അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് വേരിയൻസ് അതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു തന്നെയാണല്ലോ ഇവിടെ ഇവർ പറയുന്നതെന്ന് തോന്നും. അപ്പോൾ അതൊക്കെ നമ്മൾ അസംബിൾ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി ഈ തിയറികളിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോർട്ട് റണ്ണിൽ ലോങ് റണ്ണിലേക്ക് പോവാം. ഫ്രം ഷോർട്ട് റൺ ടു ലോങ് റൺ, ഹൗ ഡസ് ദി ഇക്കോണമി മൂവ് ഫ്രം ഷോർട്ട് റൺ ടു ലോങ് റൺ? ദി ബേസിക് ഐഡിയ ഈസ് ദാറ്റ് വെൻ പ്രൈസ് ചേഞ്ചസ് ആർ അൺആൻറ്റിസിപ്പേറ്റഡ്. ഇത്രയൊക്കെ പ്രൈസ് ലെവൽ കൂടുമെന്ന് ജനങ്ങളാരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ജനങ്ങൾ വിചാരിച്ചു എന്താണ്, എൻ്റെ വേജ് കൂടി, അപ്പോൾ അങ്ങനെ സംഭവിച്ച് കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കിട്ടി, സാധനങ്ങളെ വില കൂടി, സാധനങ്ങളെ വില കൂടുമ്പോൾ എന്ത് ചെയ്തു, കൂടുതൽ ആൾക്കാർക്ക് എന്തൊട്ട് എംപ്ലോയ്മെൻറ്റ് കിട്ടി, അങ്ങനെ എംപ്ലോയ്മെൻറ്റ് കൊടുത്തു. പക്ഷേ ഇച്ചോടൊക്കെ ആൾക്കാർ എന്ത് ചെയ്യും, സമരം ചെയ്യും. സാധനങ്ങളെ വില 50% കൂടി, എൻ്റെ കൂലി 10% കൂടി ഉള്ളൂ, കൂലി ബാക്കി 40% കൂടെ കൂട്ടിയതാണ്, വേജ് റേറ്റ് കൂട്ടി, സമരം ചെയ്തു, വേജ് റേറ്റ് കൂട്ടി. അപ്പം എന്നാ അറിയാം, അത്രയും ആൾക്കാർക്ക് വേജ് റേറ്റിൽ അത്ര ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ പിന്നെയും തിരിച്ച് പഴയ സിറ്റുവേഷനിലേക്ക് വന്നു. ആ സിറ്റുവേഷൻ നമ്മൾ നേരെന്ന് പറയും, ലോങ് റൺ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയണ്ട. ബട്ട്
നാച്ചുറൽ റേറ്റ് ഒന്നും പറയണ്ട, പുതിയൊരു പേര് നൈറു. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ സിറ്റുവേഷനിലേക്ക് തിരിച്ചു വരുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ കിട്ടിയല്ലോ. ഓക്കെ, പറഞ്ഞോട്ടെ. സോ ദി ബേസിക് ഐഡിയ ഇസ് ദാറ്റ് വെൻ പ്രൈസ് ചേഞ്ചസ് ആർ അൺആൻറ്റിസിപ്പേറ്റഡ് ദി ഷോർട്ട് ടേം ഫിലിപ്സ് കർവ് ടെൻഡ് ടു ഷിഫ്റ്റ് അപ്പ് ഓർ ഡൗൺ. ഓക്കെ, ഇങ്ങനെ മുകളിലോട്ട് പോവും, താഴോട്ട് വരാം. ഏത് ഷോർട്ട് ടേം ഫിലിപ്സ് കർവ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി എക്സ്പെക്ടേഷൻസ് ഓഫ് ദി പീപ്പിൾ അബൌട്ട് ഇൻഫ്ലേഷൻ. ഓക്കെ, ദിസ് പോയിന്റ് ഈസ് ഇല്ലസ്ട്രേറ്റഡ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് ഇൻ എ ബൂം സൈക്കിൾ. അപ്പോൾ ബൂം സൈക്കിൾ അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണ്ട. ഈ ഡയഗ്രം ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ച് അതിൻ്റെ ഷോർട്ട് ടേം ഫിലിപ്സ് കർവ് ഉണ്ട്, ഇങ്ങോട്ട് പോകുന്നു, മനസ്സിലായല്ലോ. ഇൻഫ്ലേഷൻ കൂടി പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുന്നു, പിന്നെ ഇങ്ങോട്ട് പോകുക. ഇവിടെ ഒരു ഡയഗ്രം ഇത് ഇങ്ങോട്ട് തിരിച്ച് വരുന്നു. ഡയഗ്രം ഷോർട്ട് ടേം ഫിലിപ്സ് കർവ്. എനിവേ യുവർ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വിൽ ബി ദിസ്, വി കോൾ ഇറ്റ് ഇസ് നൈറു. ഓക്കെ, period 1 in the first period unemployment is Nairu, point A. Let me delete that so that you can see it very clearly. Deleted. Coming back to the read mode. Read mode ayyo patti ഒരു സെക്കൻഡ്. ഓക്കെ, ഇത് ശരിക്കും നമുക്ക് രണ്ട് രീതിയിൽ ടച്ച് ചെയ്യാം. പെന്നുണ്ട് ഇതാ പെന്ന്. ഓക്കെ, ദെൻ പിന്നല്ലാതെ എന്നറിയാം, നിങ്ങൾക്ക് കണ്ടില്ല എൻ്റെ പ്രസൻറ്റേഷൻ നടത്താം. പെന്നല്ലാതെ നമുക്ക് കൈകൊണ്ട് സെലക്ട് ചെയ്യാം. അപ്പം മാറി സെലക്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം. period 1 in the first period unemployment is Nairu, point A. Then point A, there are no demand and supply service and the economy is at point A on the lower short-term Phillips curve, SRPC. കണ്ടോ SRPC in the above figure. ഈ ഡയഗ്രമാണല്ല, ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മാത്തമാറ്റിക്സ് സ്റ്റുഡൻസ് പ്ലീസ് make note of this point because your theoretical explanation starts from a diagram. Okay, and here it is a point A. എങ്ങനെ വരയ്ക്കുന്നതെന്നൊക്കെ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല. പോയിൻ്റ് എ, അപ്പോൾ നമ്മൾ പോയിൻ്റ് നമ്മൾ അത് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണ് പോയിൻ്റ്. എവറിത്തിങ് ഈസ് ഓക്കെ. യുവർ ഗിവൺ ഫിലിപ്സ് കർവ് ഈസ് ദിസ് വൺ. ഓക്കെ, ആൻഡ് പീരിയഡ് 2. നെക്സ്റ്റ് സപ്പോസ് ദർ ഈസ് an economic expansion which lowers the unemployment rate. കിട്ടിയല്ലോ, എക്സ്പാൻഷൻ അപ്പോൾ അൺഎംപ്ലോയ്മെൻ്റ് റേറ്റ് ഇങ്ങോട്ട് പോകും. ഓക്കെ, എക്സ്പാൻഷൻ വെച്ച് lowest unemployment rate. As unemployment declines, firms recruit markets more vigorously, giving larger wage increase than formerly as output approaches capacity. അതൊക്കെയാണ് ഒരു ഇക്കണോമിക് സൈക്കിളിൻ്റെ പ്രത്യേകത. ഇപ്പം നമ്മൾ എക്കണോമിക്സ് പഠിച്ച കുട്ടികൾക്കറിയാം, അല്ലാത്ത കുട്ടികൾ ഭയങ്കര ശ്രദ്ധിക്കണം. ഇതൊക്കെ ഒരു സൈക്ലിക്കലാണ്. ഞാൻ പറയാം എപ്പോഴും ഇത് ആപ്ലിക്കബിൾ ആവില്ല. അതായത് നമ്മളിങ്ങനെ കൂടുതൽ ആൾക്കാർ തൊഴിലാളികളെ എടുത്തു, കൂടുതൽ ഔട്ട്പുട്ട് വന്നു, കൂടുതൽ പ്രൊഡക്റ്റ് വന്നു, കൂടുതൽ ഡിമാൻഡ് വന്നു, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം തൊഴിലാളി പറയും ഞങ്ങളുടെ കൂലി കൂട്ടി തരണം, കൂലി അങ്ങനെ ആ സൈക്കിൾ. ആസ് ഔട്ട്പുട്ട് അപ്രോച്ചസ് കപ്പാസിറ്റി പ്രൈസ് മാർക്കപ്പ് ഇൻക്രീസസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് അങ്ങ് കൂടും എന്നുള്ളതാണ്. വേജ് കൂടുമ്പം സാധനങ്ങളുടെ വില കൂടും. വേജസ് ആൻഡ് പ്രൈസസ് ബിഗിൻ ടു accelerate. ഓക്കെ, ഇൻ ടൈംസ് ഓഫ് അവർ ഫിലിപ്സ് കർവ് ദി ഇക്കോണമി മൂവ്സ് അപ്പ് ടു ദി ലെഫ്റ്റ് ടു പോയിന്റ് ബി. ഇത് കണ്ടു ഇങ്ങോട്ട് പോകും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അൺഎംപ്ലോയ്മെൻറ്റ് പറഞ്ഞു, പക്ഷേ ചെറിയ ഇൻഫ്ലേഷൻ ആണോ? അല്ല, ഇൻഫ്ലേഷൻ കൂടിയ ലെവലിൽ ഇൻഫ്ലേഷൻ. ഓക്കെ, സോ ഇൻഫ്ലേഷൻ. പിന്നെ നമുക്ക് ബാക്കി എന്താ സംഭവിക്കുന്നത്? പോയിന്റ് ബി ഓൺ ഇൻ ഷോർട്ട് ടേം ഫിലിപ്സ് കർവ് SRPC ഇൻ ദി ഫിഗർ. ഷോർട്ട് ടേം ഫിലിപ്സ് കർവ് SRPC ആണ്. SRPC ഉണ്ട്, ഇവിടെ തന്നെ SRPC തന്നെ. ഓക്കെ, ദെൻ as shown in the figure, inflation expectations have not yet changed. ആളുകൾക്ക് ഇപ്പോഴും പ്രതീക്ഷ എന്താ? പഴയ ഇൻഫ്ലേഷൻ റേറ്റ്. ഏത് ഇൻഫ്ലേഷൻ റേറ്റ്? പഴയെന്ന് പറഞ്ഞാൽ ഏത് ഇതാ, ഈ ഇൻഫ്ലേഷൻ റേറ്റാണെന്ന് ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. മനസ്സിലായില്ല? പിന്നെ ആൾക്കാർക്ക് മനസ്സിലായത് ഇവിടെയാണ്. അങ്ങനെയാണെങ്കിൽ അവർ ഇങ്ങോട്ട് തിരിച്ചു വരും. ഈ ഇൻഫ്ലേഷൻ റേറ്റ് ഏതാണ്? ഈ ഇൻഫ്ലേഷൻ റേറ്റ് ഒന്നാണല്ലോ. ഇത് 6%, ഇത് 3% വിചാരിക്കും. ഈ 6% ഇൻഫ്ലേഷൻ റേറ്റ് ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് ആളുകൾ ചിന്തിക്കും, ജനങ്ങൾ ചിന്തിക്കും. ജനങ്ങളുടെ ചിന്ത അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് ആണല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് ഈ ഫിലിപ്സ് കർവിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് ഹാവ് നോട്ട് ഏജ്, സോ ദി ഇക്കോണമി സ്റ്റേസ് ഓൺ ഒറിജിനൽ ഫിലിപ്സ് കർവ് സർഫേസിംഗ് ദി ലോവർ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇൻക്രീസസ് ഡ്യൂറിംഗ് ദി സെക്കൻഡ് പീരിയഡ്. അപ്പോൾ എന്ത് ചെയ്തു? ലോവർ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് അല്പം കുറയും. ഇതുണ്ടോ നമ്മൾ ഡയഗ്രാം കാണാൻ ഒരുപാട്. ഓക്കെ, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് അല്പം കുറയും. ഇവിടെ ഇക്കോണമി സ്റ്റെബിലൈസ് ചെയ്യും. പീരിയഡ് 2 ആണേ. പീരിയഡ് 2 ഏത്? 2, 3 തന്നെ ഇവിടെ തന്നെ നടക്കണം. ഇങ്ങോട്ട് മാറുന്ന 3. അപ്പോൾ 1, 2, 3. പിടികിട്ടിയില്ലോ. സോ അടുത്ത പീരിയഡിലേക്ക് നമ്മൾ പോവാം. പീരിയഡ് 3. Because of inflation has risen, firms and workers are surprised
ആൻഡ് ദേ റിവൈസ് അപ്പോർഡ് ദർ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റ്. അവർ മനസ്സിലായി ഈ ആറെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതല്ല, ഇനിയുള്ള കുറേ കാലത്തേക്കും കാണാം. അതുകൊണ്ട് നമ്മുടെ ഫീലിംഗ് നമുക്ക് മനസ്സിലുള്ള ഇൻഫ്ലേഷൻ ഏതാ 6%, നേരത്തെ 3 ആയിരുന്നു 6 മാറി. ദേ ബിഗിൻ ടു ഇൻകോർപ്പറേറ്റ് ഹയർ എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ ഇൻ ദർ വേജസ് ആൻഡ് പ്രൈസ് ഡിസിഷൻസ്. അപ്പോൾ തൊഴിലാളികൾ കൂടുതൽ കൂലിതാ 6% കൊണ്ട് കൂട്ടി ഞങ്ങളുടെ കൂലിതാ, ആളുകൾ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും, സാധനങ്ങൾ അവർ 6% കൂട്ടും. ദ റിസൾട്ട് ഈസ് എ ഷിഫ്റ്റ് ഇൻ ദ ഷോർട്ട് റൺ ഫിലിപ്സ് കർവ്. വി ക്യാൻ സീ ദ ന്യൂ ഫിലിപ്സ് കർവ് ആസ് SRPC ഡാഷ് കോമയായിട്ട് കേട്ടോ, ഡാഷ് ആയിരുന്നു വരേണ്ടത്, ഡാഷ് വലുതായിട്ട് ഒന്നാകരുത്, അങ്ങനെ മാറ്റിയിട്ട് ഈ കോമയ്ക്ക് പറയും ഇതാണ് ഡാഷ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചുമ്മാ ഡയഗ്രത്തിലേക്ക് ഒരിക്കലും പോകാം. ഡയഗ്രം ഞാൻ ഇപ്പോഴും മാർക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിക്കട്ടെ. അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഇത് പുതിയൊരു കണ്ടോ, 6 ശരി, 6 നമ്മൾ ഇനി വരാൻ പോകുന്നതെന്ന് വിചാരിച്ചു നമ്മുടെ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ പുതിയൊരു ഷോർട്ട് റൺ ഫിലിപ്സ് കർവിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് SRPC ഡാഷ് കോമയല്ല. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നറിയോ, ആ ഇൻഫ്ലേഷൻ, അപ്പോൾ ആൾക്കാരിങ്ങനെ സമരം ചെയ്ത് കൂലി കൂട്ടി കൊടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് അല്പം കൂടെ കൂടും. മനസ്സിലായല്ലോ? സോ കമ്മിങ് ബാക്ക് ടു വിച്ച് ലെവൽ, ദ നെഹ്റു ലെവൽ, ദി നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് of unemployment where your inflation is stabilizing on a new short term Phillips curve. ഇൻഫ്ലേഷൻ ഇത് പുതിയ ഷോർട്ട് റൺ ഫിലിപ്സ് കർവിൽ 6% സ്റ്റെബിലൈസ് ചെയ്യുക. ഇനി ഡീസ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ വേറെ ഫിലിപ്സ് കർവ് അല്ല, അങ്ങനെ പോകുന്നില്ല. അപ്പോൾ ഇവിടെ ആദ്യം ഇവിടെ സ്റ്റെബിലൈസ് ചെയ്തു, പിന്നെ ഇവിടെ സ്റ്റെബിലൈസ് ചെയ്തു. എനിവേ റിമെമ്പർ, your inflation stabilization beat 3%, okay, because of your higher expectation beat 6% at period 3 happens at this unemployment rate of 3%, which we called the Nairu rate or non-accelerating inflation rate of unemployment. Okay, so this is the utility of Nairu ഒരു പ്രോസസ്സ് പറയും. ഇങ്ങോട്ട് തിരിച്ചു വരും, ഇവിടെ സ്റ്റെബിലൈസ് ചെയ്യും, ഇൻഫ്ലേഷൻ സ്റ്റെബിലൈസ് ചെയ്യും. മനസ്സിലായി? ഇവിടുന്ന് ഡിസ്റ്റർബ് ചെയ്താലും ഇങ്ങോട്ട് തിരിച്ചു വരും വേറെ ലെവലിലേക്ക്. അപ്പോൾ ഇനി ഇവിടെ സ്റ്റെബിലൈസ് ചെയ്യും. അപ്പോൾ അവിടെ ഇൻഫ്ലേഷൻ സ്റ്റെബിലൈസ് ചെയ്യുക, അതായത് ആ റേറ്റ് റിമെയിൻസ് സെയിം 3%, ഹയർ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് ഉണ്ടെങ്കിൽ പോലും. ഓക്കെ, so that is about the third stage. The new short-run Phillips curve lies above the original Phillips curve, reflecting higher expected rate of inflation. നമ്മൾ എഴുതുമ്പോൾ ഞാൻ പഠിച്ചു പോയൊന്നും മനസ്സിൽ വന്നില്ല എന്ന് നമ്മൾ പറയില്ല, എപ്പോഴെങ്കിലും നമ്മൾ പറയില്ല. നമുക്ക് പരീക്ഷയ്ക്ക് ഫീൽ ചെയ്തിട്ടില്ല, എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഇനി ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിരിക്കേണ്ട ഒരു കാര്യം പറയും, ആളുകൾക്ക് പുതിയ എക്സ്പെക്റ്റേഷൻസ്, പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയിൽ നമ്മൾ എന്ത് ചെയ്യുക, പുതിയൊരു ഫിലിപ്സ് കർവിലേക്ക്, ഷോർട്ട് റൺ ഫിലിപ്സ് കർവിലേക്ക് ലാൻഡ് ചെയ്യുക. ലോങ് റൺ അങ്ങനെയൊക്കെ തന്നെ. യു ഹാഡ് ഡ്രോൺ ദി കർവ് സോ ദാറ്റ് ന്യൂ എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ റേറ്റ് പീരിയഡ് 3 ഈക്വൽസ് ദി ആക്ച്വൽ ഇൻഫ്ലേഷൻ റേറ്റ് ഇൻ പീരിയഡ് 2. ഇഫ് ആക്ച്വൽ ഇൻഫ്ലേഷൻ റേറ്റ് പീരിയഡ് 2 ഏതാണ് ഇവിടെ നോക്കാം. ഇതുണ്ടോ, ഇതാണ്. അത് തന്നെയല്ലേ ഇങ്ങോട്ട് വരും. ഏതൊക്കെയാലും നമ്മൾ എക്സിറ്റ് ആയി ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നോക്കട്ടെ. പിന്നെ ഡിലീറ്റ് ചെയ്യാം, ഒരു സെക്കൻഡ്. ഡിലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ടല്ലോ. നിങ്ങളുടെ മൊബൈലിലെ സ്ക്രീനിനെ സൈസ് ഭയങ്കര കുറവായതുകൊണ്ട് ഞാനിങ്ങനെ എഴുതി പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാനൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. അല്പം പേഷ്യൻസ് കാണിക്കണേ. ഡിലീറ്റ് ചെയ്യാൻ നല്ല പാടാണ്. കാരണം എന്നാ അറിയാം, നമ്മൾ ഒത്തിരി ലെറ്റേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ ഈ സിസ്റ്റം നമ്മളെ പെട്ടെന്ന് അനുവദിക്കില്ല. ആക്ച്വലി ഈ വാക്വം എന്ന് പറഞ്ഞ ഈ ഡിവൈസ് ഒരു ഫ്ലാറ്റ് പാനൽ പോലെ ഇരിക്കും. ശരിക്കും നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഒരു ടാബ് പോലെ ഇരിക്കും, സൈസ് കൂടുതലെന്നുള്ളത്. അപ്പോൾ അത് ടച്ചാണ്, ഇങ്ങനെ ഞാൻ കൈ ടച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന വരയൊന്നും അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ അങ്ങനെ സമ്മതിക്കില്ല. പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഫോട്ടോഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ സമ്മതിക്കില്ല. നമ്മൾ റെസിസ്റ്റ് ചെയ്യും. ആ റെസിസ്റ്റിൻ്റെ ഭാഗമാണ് ഈ ബുദ്ധിമുട്ട്. നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ ഭയങ്കര പാടായി. പിന്നെ ഡിലീറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഞാൻ നോക്കട്ടെ, ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ച് നോക്കാം. ഇല്ല, പോട്ടെ, നമ്മൾ തോറ്റു. അപ്പോൾ പിന്നെ നമ്മൾ തേർഡ് തീർന്നു എന്ന് പോയിന്റ് തീർന്നു എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു വരിക. ഓക്കെ, സോ ദി ഇക്കോണമി മൂവ്സ് ടു പോയിന്റ് സി. ഓക്കെ, പോയിന്റ് സി അതൊന്നുകൂടെ നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റില്ല. ഏതാണ് പോയിന്റ് സി? ആണ് പോയിന്റ് സി കേട്ടോ. കണ്ടോ, എന്നാലും മാറിയില്ല. ഇതാണ് പോയിന്റ് സി. ഏത്? ഈ പോയിന്റ്, ഇതാണ് പോയിന്റ് സി. അപ്പോൾ ഇക്കോണമി പുതിയൊരു പോയിന്റിലേക്ക് വരും. അവിടെ ഇൻഫ്ലേഷൻ റേറ്റ് പഴയ പോലെ തന്നെ. ഓക്കെ, സോ നമ്മൾ അത്രയും കവർ ചെയ്തു. ഇനി ബാക്കി കുറച്ചുകൂടെ ഉള്ളൂ. നിങ്ങൾ അല്പം കൂടെ ക്ഷമ കാണിക്കുക. 12 ആയി, ചോറും കറിയൊക്കെ വിളിക്കുന്നതാണ് എന്നാലും. സോ പോയിന്റ് 3 വി കവേർഡ് സെക്കൻഡ്. പോയിന്റ് 3ലേക്ക് വട്ടെ. ഇതാണ്. സോ ഈവൻ ദോ ദി അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഈസ് ദ സെയിം ആസ് ഇറ്റ് വാസ് ഇൻ പീരിയഡ് 1, ആക്ച്വലി ഇൻഫ്ലേഷൻ ഗോട്ട് ഹയർ. ശരിയല്ലേ? കൂടി. ഈ റിഫ്ലക്റ്റ്
Okay, reflecting the higher upward shift in the short run Phillips curve. When the unemployment rate departs from the Nairu, the inflation rate will tend to change. Okay, Nairu unemployment rate ഇങ്ങനെ ഇവിടെ വരയ്ക്കാം. ഇതാണ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. ഇവിടുന്ന് കുറയും തോറും ഇൻഫ്ലേഷൻ റേറ്റും കൂടും. പിന്നെ ഇതാ പുതിയൊരു ഇതിലേക്ക് സ്റ്റെബിലൈസ് ചെയ്യും. കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ആക്ച്വൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആൻഡ് Nairu persists? For example, say the Nairu is 5% while the actual unemployment rate is 3%. Because of the gap, inflation tend to rise from year to year. നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. പോയിന്റ് A to B to C. Inflation might be 3% this year, next year it may be 4%, or day after next year, second year maybe 5%. Okay, in the third year. Now, and might continue to move upward thereafter. When would like this upward spiral stop? Stops only when the unemployment move back to the Nairu. എപ്പോഴേ കാര്യങ്ങൾ തിരിച്ചു വരുന്നത് എപ്പോഴാണെന്ന് അറിയാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ തിരിച്ചു വരുന്ന എപ്പോഴും ഇവിടെ വരുമ്പോൾ അത് സ്റ്റെബിലൈസ് ചെയ്യുന്ന അവർ പറയുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ വരുമ്പോൾ സ്റ്റെബിലൈസ്, പിന്നെ കുറേ കാലം ഇങ്ങനെ ഇരിക്കും. പിന്നെ എന്തെങ്കിലും കാരണത്തെ ഇൻഫ്ലേഷൻ കൊടുക്കുന്നത് തിരിച്ചിങ്ങോട്ടാണ് പുതിയ ഇൻഫ്ലേഷൻ. ഇപ്പോൾ ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യും. ഓക്കെ, കാര്യങ്ങൾ അത്രയൊക്കെ പിടികിട്ടില്ലോ. അത് നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഞാൻ പറഞ്ഞ വേ തന്നെയാണ് ഇവിടെ എക്സ്പ്ലനേഷൻ പോകുക. നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ദി മോഡേൺ തിയറി ഓഫ് ഇൻഫ്ലേഷൻ വാസ് ഇമ്പോർട്ടൻറ്റ് ഇംപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് പോളിസി. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദർ ഇസ് എ മിനിമം ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ദാറ്റ് an economy can enjoy in the long run. So our economy will be every time stabilized at that run rate. ഓക്കെ, പിന്നെ ഔട്ട്പുട്ട് കൂട്ടാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നടക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ദ Nairu defines the neutral zone between excessive tightness, rising inflation, and high unemployment, falling inflation. അപ്പോൾ ഇവിടെയാണല്ലോ സംഭവം. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും ഇതാണ് അതിൻ്റെ ന്യൂട്രൽ റേറ്റ് എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ദെൻ ഡൗട്ട്സ് അബൌട്ട് ദി Nairu. അപ്പോൾ അതുപോലെ തന്നെയുണ്ടല്ലോ ഇങ്ങോട്ടൊരു ഭാഗം കൂടെ ഉണ്ട്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇവിടെയും സംഭവിച്ചാൽ ഇത് തന്നെ വരും. എന്ത് സംഭവിക്കുന്ന അറിയോ? ഇൻഫ്ലേഷൻ റേറ്റ്, പിന്നെ എന്ത് ചെയ്യും, ഡിഫ്ലേഷൻ വരിക, പിന്നെ എന്ത് ചെയ്യും, തിരിച്ച്. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കുറേ ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് തിരിച്ച് വരും എന്നാണ് പറയുന്നത്. ഇതുപോലെ ഈ പ്രോസസ്സ് നടന്ന പോലെ ഇങ്ങോട്ട് തിരിച്ചും വരും. അപ്പോൾ അങ്ങനെ അതും കൂടെ നമ്മളൊന്ന് ആ ഒരു പ്രോസസ്സും കൂടെ ഉണ്ടെന്ന് മനസ്സിൽ വിചാരിച്ചേക്കണം. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, then we are going to see a critical evaluation of Nairu, how far it is correct, whether it is implementable, whether it is have any policy predictions as explained by it, like that we are going to see right now. Okay, now doubts about the Nairu. The concept of non-accelerating inflation, rate of unemployment. Okay, the unemployment rate where inflation is not going to accelerate along with its outputting potential GDP is crucial for understanding inflation and the connection between the short run and short run ലോങ് റൺ ഇൻ മാക്രോ എക്കണോമിക്സ്. ഇപ്പോൾ ലോങ് റണ്ണും ഷോർട്ട് റണ്ണിലും അവിടെ എങ്ങനെയായിരിക്കും ഇൻഫ്ലേഷൻ, അതിനിങ്ങളുടെ അൺഎംപ്ലോയ്മെൻറ്റ് റെസ്പോണ്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പക്ഷേ മെയിൻ സ്ട്രീം വ്യൂ റിമെയിൻസ് കോൺട്രവേഴ്ഷ്യൽ. പക്ഷേ ആളുകൾ പറയുന്നത് ഇത് ശരിയാകാം തെറ്റാകാമെന്ന്. ക്രിറ്റിക്സ് വണ്ടർ വെദർ Nairu ഈസ് സ്റ്റേബിൾ ഓർ എ റിലയബിൾ കോൺസെപ്റ്റ്. ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടോ? ഇനി ഇൻഫ്ലേഷൻ റേറ്റ് ഇങ്ങനെ തിരിച്ചു വരുമോ? വന്നു കഴിഞ്ഞ് ഇവിടെ തന്നെ നിൽക്കുമോ? താഴോട്ട് വരാൻ സാധ്യതയില്ലേ? അതുകൊണ്ട് ഈ Nairu പറയുന്ന ഈ ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് പോലും അൺസ്റ്റേബിളാണെന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട എന്താ, ഇത് അൺസ്റ്റേബിളാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ ഇതുപോലും അൺസ്റ്റേബിളാണെന്ന് ക്രിറ്റിക്സ് പറയുന്നുണ്ട്. ഒത്തിരി റിസർച്ച് നടന്ന ഒരു ഫീൽഡാണ് ഈ ഫിലിപ്സ് കർവ്. അപ്പം ഈ Nairu എന്ന് പറഞ്ഞ മോഡേൺ ഫിലിപ്സ് കർവ് പോലും ശരിയാകാൻ സാധ്യതയില്ല എന്നാണ്, അല്ലെങ്കിൽ അതിന് ഡൗട്ടുണ്ട്, റിലയബിൾ അല്ല എന്നാണ് economists പറയുന്നത്. The inflation experience in the United States led economists to question whether there is in fact a stable Nairu for the country. Another question is whether an extended period of high unemployment will lead to deterioration of job skill. ഭയങ്കര ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ആളുകളുടെ ജോബ് സ്കിൽ കുറയും, ലോസ് ഓഫ് ഓൺ ദി ജോബ് ട്രെയിനിങ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നടന്നിട്ട് ഹയർ Nairu വരും. എങ്ങോട്ട് പോകും? കുറേ കാലം തൊഴിലില്ലാതിരുന്ന നമ്മളെയും കൂടെ കോൺഫിഡൻസ് പോലും, നമ്മുടെ സ്കില്ല് പോലോ, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടുതൽ സ്കില്ല് കിട്ടണമെന്ന് ആഗ്രഹം പോകും, നമ്മൾ അതിനിടയ്ക്ക് പോകും, സ്കില്ല് അഡ് ചെയ്യാൻ പോവില്ല. ജർമ്മനിയിൽ അങ്ങനെയല്ല കേട്ടോ. അവിടെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആളുകൾ സ്കില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കും, കൂടുതൽ സ്കില്ലുകൾ എടുക്കും, ട്രെയിനിങ്ങിന് പോകും. അവിടെ ജർമ്മനി ഭയങ്കര മാനുഫാക്ചറിങ് ഇക്കോണമി ആയിട്ട് അവരാണല്ലോ. നമ്മുടെ ഫൈസറിൻ്റെ വാക്സിനില്ലേ, ഫൈസറിൻ്റെ വാക്സിൻ്റെ പുറകിലുള്ള വാക്സിൻ കമ്പനി ജർമ്മൻ കമ്പനിയാണ്. എപ്പോഴും ഓരോരോ വാക്സിനും എഫിഷ്യൻ്റ് ആണോ അല്ലയോ എന്ന് ആരാ പറയുന്നത് അറിയോ? ജർമ്മൻകാരാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ, ഭയങ്കര ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അവിടെ ഭയങ്കര ജോബ് സ്കില്ലൊക്കെ ഭയങ്കര കൂടുതലാണ് ആൾക്കാരുടെ. ഇപ്പോൾ ഇവിടെ ഈ Nairu പറയുന്നതാണ്, ഇവർ മോഡേൺ ഇക്കോണമിക്സിൽ പറയുന്നത് അറിയും. പിന്നെ ആൾക്കാർക്ക് കുറേ കാലം അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ലായിരുന്നെങ്കിൽ അവർ പിന്നെ ഒരു പണിയും ചെയ്യാൻ കൊള്ളാത്തവരായിട്ട് സ്കില്ലൊക്കെ കുറഞ്ഞ് പിന്നെയും പോകും. അപ്പോൾ അങ്ങനെ എന്ത് വരും, ഈ ലോങ് റൺ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, Nairu ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും എന്നാണ് ക്രിട്ടിക്സ് പറയുന്നത്. ശരിയായിരിക്കും. might not slow growth of real GDP, reduce investment and leave the country with a diminished capital stock. ഇതെല്ലാം സംഭവിക്കും. GDP കുറഞ്ഞു, ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു, ക്യാപിറ്റൽ സ്റ്റോക്ക് കുറഞ്ഞു, അപ്പോൾ എന്ത് ചെയ്യും, പിന്നെയും അൺഎംപ്ലോയ്മെൻറ്റ് കൂടും. ദാറ്റ് കപ്പാസിറ്റി ഷോർട്ടേജ് പ്രൊഡ്യൂസ് റൈസിങ് ഇൻഫ്ലേഷൻ ഈവൻ വിത്ത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്സ് എബോവ് ദി Nairu. അപ്പം പിന്നെ എന്തുണ്ടാകും, ഇങ്ങനെ പുതിയൊരു Nairu ഉണ്ടാകാം.
പുതിയ ഇൻഫ്ലേഷൻ റേറ്റ് പിന്നെയും കൂടെ. അതുകൊണ്ട് ഈ നെഹ്റു പറയുന്നതൊന്നും ശരിയാണെന്ന് നമുക്ക് അത്രയ്ക്ക് പറയാൻ പറ്റില്ല എന്നാണ് പുതിയ തിയറികൾ പറയുന്നത്, പുതിയ തിയറിയിലെ മോഡേൺ ഇക്കോണമിക്സ്. സോ ദർ ആർ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ അബൌട്ട് ദി വാലിഡിറ്റി ഓഫ് നെഹ്റു. സോ ദർ ആർ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദി കറക്റ്റ്നെസ് ഓർ വാലിഡിറ്റി ഓഫ് നെഹ്റു ആസ് വെൽ ആസ് വെദർ ഇറ്റ് ഈസ് സ്റ്റേബിൾ or whether it is unstable. Like that debates are continuing even if about the modern theory of unemployment or Nairu. Okay, so that is all about today's class. I think you are quite relieved in the sense that this class is also over. Your mobile charge may be quite low or you may be feeling hungry. അപ്പം ഇത്രയും കൊണ്ട് നമുക്കിവിടെ നിർത്താം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? എല്ലാ ക്ലാസ്സിൻ്റെ അവസാനം ഞാൻ പറഞ്ഞ പോലെ ഇതിന് നിങ്ങൾ വായിച്ച് നോക്കണം. ഞാൻ ക്ലാസ് റൂമിലിടാം, എന്നിട്ട് ഒരു അസൈൻമെൻറ്റും ചെയ്യാം. ഓക്കെ.